SRT എഡ്യൂക്കേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC പരീക്ഷകൾക്ക് മുമ്പുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണോ നിങ്ങൾ? അല്ലെങ്കിൽ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കായുള്ള കാത്തിരിപ്പിലാണോ? ഏത് PSC പരീക്ഷയായാലും അതിൽ നിർബന്ധമായും ചോദിക്കുന്നൊരു ഭാഗമുണ്ട്. അത് കേരള ഭൂമിശാസ്ത്രമാണ്. ഒരു ചോദ്യപേപ്പർ എടുത്താൽ അതിൽ 3-4 ചോദ്യങ്ങൾ ഒറ്റ ഭാഗത്തു നിന്ന് മാത്രമായിരിക്കും. അപ്പോൾ ഇത് പഠിക്കാതെ പരീക്ഷ ഹാളിലേക്ക് കയറുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഊഹിക്കാമല്ലോ. ഇന്ന് നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ പലർക്കും എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായി കണ്ടു തീരുമ്പോഴേക്കും ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് നിങ്ങളുടെ പോക്കറ്റിൽ ഭദ്രമായിരിക്കും. നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് തുടങ്ങാം. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി എല്ലാവരും പറയും 38,863 ചതുരശ്ര കിലോമീറ്റർ ആണെന്ന്. എന്നാൽ ഇത് PSCയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഇതാണ് ചോദ്യം. ഇവിടെയാണ് പലരും തെറ്റിക്കുന്നത്. കേവലം 1.18% മാത്രമാണ് കേരളത്തിൻ്റെ വിസ്തീർണം. ഈ സംഖ്യ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ഇനി കേരളത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ നീളം 580 കിലോമീറ്റർ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ കടൽ തീരമുള്ള ജില്ലകൾ എത്രയാണ്? 9 ജില്ലകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും കടൽ തീരമില്ലാത്ത 5 എണ്ണമുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, പാലക്കാട്. ഇതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ കടൽ തീരമില്ലാത്തതും എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ഒരേയൊരു ജില്ല അത് ഏതാണെന്നറിയാമോ? കോട്ടയമാണ്. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇനി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ പ്രധാനമായും 3 തരംതിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ. ഇതിൽ മലനാടിൻ്റെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് PSC സ്ഥിരമായി ചോദിക്കാറുണ്ട്. അത് ആനമുടിയാണ്. ഉയരം കൃത്യമായിട്ട് ഓർത്തു വെക്കണം, 2695 മീറ്റർ. ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടി തന്നെയാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടി തന്നെയാണ്. അപ്പോൾ ചോദ്യം എങ്ങനെ വന്നാലും ഉത്തരം ഒന്നാണെന്ന് മനസ്സിൽ ഓർത്തു വെക്കുക. ഇനി നമ്മൾ പോകുന്നത് PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. കേരളത്തിലെ നദികൾ. കേരളത്തിൽ ആകെ 44 നദികളാണുള്ളത് എന്ന് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഇതിൽ 41 എണ്ണവും പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുകയാണ്. എന്നാൽ ബാക്കി 3 എണ്ണം കിഴക്കോട്ടൊഴുകി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും പോകുന്നു. ഈ 3 നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ല. കബനി, ഭവാനി, പാമ്പാർ. ഇതാണ് ആ 3 നദികൾ. ഇതിൽ കബനി കർണാടകയിലേക്കും ഭവാനിയും പാമ്പാറും തമിഴ്നാട്ടിലേക്കുമാണ് ഒഴുകുന്നത്. ഇനി 3 നദികളിൽ നിന്ന് PSC പുതിയ പാറ്റേണിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നറിയാമോ? സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിരിക്കും കൂടുതലും വരിക. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുതേത്? അത് കബനിയാണ്. എന്നാൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പാമ്പാറാണ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ കേരളത്തിലെ വിസ്തീർണം പഠിച്ചു, ശതമാനം പഠിച്ചു, തീരപ്രദേശമുള്ള ജില്ലകൾ പറഞ്ഞു, കോട്ടയത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു, ആനമുടിയുടെ ഉയരം പഠിച്ചു, കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും അവയുടെ വലിപ്പവും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നദികളിൽ കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു പ്രധാന ഭാഗം പറയാം. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണെന്ന് എല്ലാവർക്കും അറിയാം. 244 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. എന്നാൽ കേരളത്തിൽ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ചിലരെങ്കിലും അത് കുഴപ്പിക്കും. വലിയ നദിയും നീളം കൂടിയ നദിയും പെരിയാർ തന്നെയാണ്. ഏറ്റവും ജലം വഹിക്കുന്ന, അതായത് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാർ തന്നെയാണ്. എന്നാൽ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴയും മൂന്നാമത്തേത് പമ്പയുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴയ PSC പാറ്റേൺ അനുസരിച്ച് ഭാരതപ്പുഴയുടെ മറ്റൊരു പേര് എന്താണ്, അല്ലെങ്കിൽ നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ് എന്നൊക്കെയായിരുന്നു സാധാരണ ചോദ്യങ്ങളിൽ വന്നിരുന്നത്. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്നായിരിക്കും.
സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായിരിക്കും ചോദിക്കുക. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ എന്നിവയാണ് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ. ഇത് ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കണം. ഇനി നമുക്ക് കായലുകളിലേക്ക് വരാം. കേരളത്തിലാകെ 34 കായലുകളാണുള്ളത്. അതിൽ ഏറ്റവും വലുത് ഏതാണ്? സംശയമില്ല, വേമ്പനാട്ട് കായൽ തന്നെ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായി പരന്നു കിടക്കുന്നു. ഇതിൽ PSC ചോദിക്കുന്നൊരു പ്രധാന ചോദ്യമുണ്ട്. വേമ്പനാട്ട് കായലിൽ വന്നു ചേരുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? അച്ചൻകോവിലാർ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴയാർ, പമ്പ. ഈ 5 നദികളാണ് പ്രധാനമായും വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശാസ്താംകോട്ട കായലാണ്. കൊല്ലം ജില്ലയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. കായലുകളുടെ കൂട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു പേരാണ് അഷ്ടമുടിക്കായൽ. കേരളത്തിലെ വലിപ്പത്തിലെ 2ാമത്തെ കായലാണിത്. പന ആകൃതിയിലുള്ള കായൽ എന്ന് PSC ചോദിച്ചിട്ടുള്ളത് അഷ്ടമുടി കായലിനെയാണ്. ഇത് എപ്പോഴും ഓർത്തു വയ്ക്കുക. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. വേഗത്തിൽ നമ്മൾ പഠിച്ചതെല്ലാം ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. എല്ലാവരും എൻ്റെ കൂടെ മനസ്സിരുത്തി ഉത്തരം പറയുക. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം 38,863 സ്ക്വയർ കിലോമീറ്റർ. തീരപ്രദേശമുള്ള ജില്ലകൾ 9 എണ്ണം. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി 2695 മീറ്റർ ഉയരമുള്ള ആനമുടി. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. നീളം കൂടിയ നദി പെരിയാർ. വലിയ കായൽ വേമ്പനാട്ട് കായൽ. ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ ഭാഗത്ത് നിന്ന് PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ പൂർണ്ണമായും കേരളത്തിലൂടെ മാത്രം ഒഴുകുന്ന നദി ഏതാണ്? രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും ചെറിയ നദി ഏതാണ്? അതിൻ്റെ നീളം എത്രയാണ്? മൂന്നാമത്തെ ചോദ്യം, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏതാണ്? നാലാമത്തെ ചോദ്യം, ആനമുടി ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? അഞ്ചാമത്തെ ചോദ്യം, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശാസ്താംകോട്ട കായലിൽ വന്നു ചേരുന്ന നദി ഏതാണ്? ഈ 5 ചോദ്യങ്ങൾക്കും ഉത്തരം അറിയാവുന്നവർ വേഗം തന്നെ താഴത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ അറിയിക്കുക. അപ്പം ഇന്നത്തെ ഈ സെക്ഷൻ നിങ്ങൾക്ക് ശരിക്കും ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ PSC ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.